കണ്ണിലും മുഖത്തും വയറിലും കഴുത്തിലും ഇരു കാലുകളിലും വലത് കൈയിലും സാരമായ പരിക്ക്. കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞു. കണ്ണട പൊട്ടി 2 കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറി. കണ്ണിൽ നിന്നും രക്തം. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ വനിതാ ഡോക്ടറെ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു. അവർ നേരിട്ടത് ക്രൂരപീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. വനിതാ ഡോക്ടറുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലും ആശുപത്രി പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷവും കൊൽക്കത്ത പോലീസ് സഞ്ജയ് റോയ് എന്ന സിവിൽ വോളണ്ടിയറെ അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. പിന്നാലെ കേസ് മമതാ സർക്കാർ CBIക്ക് വിട്ടു. എന്നാൽ അത് വെറും ബലാത്സംഗ കൊലയല്ല, കൂട്ടബലാത്സംഗമാണെന്ന ആരോപണമാണിപ്പോൾ ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായാണ് ആരോപണം. ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിന് സമീപം ദിവസങ്ങൾക്കുള്ളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചൂണ്ടിക്കാട്ടി DYFIയും SFIയും BJPയും രംഗത്തെത്തിയതോടെ സംഭവത്തിൽ പുതിയ രാഷ്ട്രീയ വിവാദവും തുടങ്ങിയിരിക്കുകയാണ്. SFI DYFI പ്രവർത്തകർ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. തെളിവ് നശിപ്പിക്കാനും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുമാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം ശക്തമായിരിക്കുന്നത്. പെൺകുട്ടിയെ 1-ലധികം പേർ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്ന് ഇടത് അനുകൂല ഡോക്ടർമാരുടെ സംഘടന പറയുന്നുണ്ട്. ഇത് ഒരാളുടെ മാത്രം ചെയ്തിയല്ലെന്ന് വ്യക്തമാണ്. അവൾ കൂട്ടബലാത്സംഗത്തിന് വിധേയയായിട്ടുണ്ട്. ഡോക്ടർ സുപർണ ഗോസ്വാമിയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ പറയുന്നു. കുടുംബത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സുപർണ ഗോസ്വാമി. സംഭവത്തിൽ 31-കാരനായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളല്ല യഥാർത്ഥ പ്രതിയെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ റെസിഡന്റ് ഡോക്ടേഴ്സ് ഏരിയയും സ്ത്രീകൾക്കായുള്ള ടോയ്ലറ്റും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ പൊളിച്ചു. CBI അന്വേഷണം തുടങ്ങുന്നതിനു മുമ്പ് തെളിവ് നശിപ്പിക്കാൻ മമതാ ബാനർജി സർക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരും ചേർന്ന് നടത്തുന്ന നീക്കമാണിത്. ഹീനമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ കുടുംബാംഗങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. അതേസമയം കേസ് CBI ഏറ്റെടുത്തു. ഇന്നലെയാണ് കേസ് CBIക്ക് വിടാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എത്രയും പെട്ടെന്ന് CBIക്ക് കൈമാറാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു PG വിദ്യാർത്ഥിനിയായ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ശരീരമാസകലം മുറിവേറ്റിരുന്നു. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. സംഭവത്തിൽ രാജ്യവ്യാപകമായി ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്.